3 വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത ദിവസമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് 6.5% നിന്ന് 6.25% കുറയ്ക്കുന്നത്, അതായത് 6.25% കുറയ്ക്കുന്നത്. എന്താണ് ഈ റിപ്പോ റേറ്റ്? എന്തുകൊണ്ടാണ് 3 വർഷമായിട്ട് അത് താഴേക്കോ മുകളിലേക്കോ പോകാതിരുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാണ്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ അക്കോമഡേഷൻ, അതായത് വായ്പാ സൗകര്യം കൊടുക്കുമ്പോൾ അവരിൽ നിന്ന്, കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ ബെഞ്ച് മാർക്ക് അതുകൊണ്ടാണ് പറയുന്നത് അതൊരു ബെഞ്ച് മാർക്കാണെന്ന്. റിപ്പോ റേറ്റ് വർദ്ധിപ്പിച്ചാൽ അത് ഉദ്ദേശിക്കുന്നത്, അത് നൽകുന്ന സൂചന ലോൺസ് ആൻഡ് അഡ്വാൻസസ് കുറച്ചുകൊള്ളൂ എന്നാണ്. അതായത് ബാങ്ക് ബോറോ ചെയ്യുന്നത് ഉയർന്ന കോസ്റ്റിലാണ് എന്ന് വരുന്നു റീപ്പോ റേറ്റ് വർദ്ധിപ്പിച്ചാൽ. അത് കൊടുക്കുന്ന സൂചന എന്താണ്? ബാങ്കുകൾ വായ്പകൾ കുറയ്ക്കുക, ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈടാക്കുക. ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈടാക്കുമ്പോൾ ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈടാക്കിയാൽ പോലും വായ്പ എടുക്കണം എന്ന് നിർബന്ധമുള്ളവർ മാത്രം വന്ന് വായ്പ എടുക്കട്ടെ. അതായത് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ കലശലാകുന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് റേസ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുന്നത്, ഉയർത്തുന്നത്. അങ്ങനെ ഉയർത്തുന്നത് അതായത് അതുകൊണ്ടാണ് അതിന് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് ഉയർത്തിയാൽ അവിടെ ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആ രാജ്യത്തുണ്ട്. അതിനെ പതുക്കെ കുറച്ചു കൊണ്ടുവരണം, നോവിക്കാതെ, സമ്പദ്ഘടനയെ നോവിക്കാതെ താഴേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി റീപ്പോ റേറ്റ് കുറച്ച് വർദ്ധിപ്പിക്കുന്നു. അതിനനുസരിച്ച് കമേഴ്ഷ്യൽ ബാങ്കുകൾ വായ്പ എടുക്കുന്ന റേറ്റ്, അതായത് അതാണല്ലോ റിപ്പോ റേറ്റ്. കമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കേണ്ടി വരുമ്പോൾ അവസരത്തിൽ കൊടുക്കേണ്ട റേറ്റ്, ആ റേറ്റ് വർദ്ധിച്ചു എന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ ബാങ്കുകളുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് വർദ്ധിച്ചു, പകരം അവരുടെ കോസ്റ്റ് ഓഫ് ലെൻഡിങ്ങും അതുപോലെ തന്നെ വർദ്ധിക്കും. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കുകളിൽ പോയി ബിസിനസ് ആവശ്യങ്ങൾക്കാകട്ടെ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാകട്ടെ, മറ്റെന്ത് ആവശ്യങ്ങൾക്കുമാകട്ടെ വായ്പ എടുക്കുന്നവർ ഉയർന്ന പലിശ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ വായ്പ എടുക്കലിൽ നിന്ന് ഒന്നുകിൽ വിട്ടു നിൽക്കും, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത്ര വായ്പ എടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ, അതായത് വിലക്കയറ്റത്തിന്റെ തോത് കുറഞ്ഞു വരും. അങ്ങനെ ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ കോവിഡ് അനന്തരം യുക്രൈൻ വാറും അതുപോലെ തന്നെ ഗാസ വാറും ഒക്കെ കാരണം, ഗാസ ഇസ്രയേൽ വാറും ഒക്കെ കാരണം വിലനിലകൾ ആഗോളതലത്തിൽ തന്നെ ഉയർന്നു നിന്നു. അതുകൊണ്ട് ഫെഡറൽ റിസർവ് സിസ്റ്റം ഒക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ റീപ്പോ റേറ്റ് ഒന്നും താഴ്ത്താതെ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ട്രംപിന്റെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് റീപ്പോ റേറ്റ് US കുറച്ചത്. അതിനെ തുടർന്ന് വലിയ ചാഞ്ചാട്ടം ആഗോള തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോഴും ഇന്ത്യ റീപ്പോ റേറ്റ് കുറച്ചില്ല. കാരണം ഇന്ത്യയിൽ അപ്പോഴും അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി കോവിഡ് അനന്തരം ഈ വിലകൾ ഇങ്ങനെ ഉയരാൻ തുടങ്ങി. യുക്രൈൻ റഷ്യ വാർ, അതുപോലെ തന്നെ ഉപരോധം, റഷ്യക്കെതിരായ ഉപരോധം, അങ്ങനെ അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വലിയ ഉപരോധം വന്നപ്പോൾ വലിയ തോതിൽ ഉയർന്നു. അത് എല്ലാ രാജ്യങ്ങളിലും വിലക്കയറ്റത്തിന് കാരണമായി. അപ്പൊ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഈ റിപ്പോ റേറ്റ് പോലെയുള്ള സംവിധാനം ഉയർന്നു തന്നെ നിന്നു. ഇന്ത്യയിലും ഉയർന്നു. അങ്ങനെ ഉയർന്നാണ് 6.5% അത് പോകുന്നത്. അതിനെ എപ്പോൾ താഴ്ത്തണം? അതിന് മോണിറ്ററി പോളിസി കമ്മിറ്റി എടുത്തിരുന്ന ഒരു നയപരമായ തീരുമാനം, അതായത് ഉപഭോക്തൃ വിലകളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ റിപ്പോ റേറ്റിനെ വേരി ചെയ്യിക്കുന്നത്. അപ്പൊ ഉപഭോക്തൃ വില അഥവാ റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ, ഈ റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ടാകാതെ റീറ്റെയിൽ പ്രൈസസിനെ 4%-നും 6%-നും ഇടയ്ക്ക് പിടിച്ചു നിർത്തുക, പെഗ് ചെയ്തിടുക. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അതായത് ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെയായിരുന്നു. 4 മുതൽ 6 വരെ അത് നിജപ്പെടുത്തി നിർത്തുക. അപ്പോൾ ഇപ്പോ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? റിസർവ് ബാങ്ക്, അതായത് ഇത്രയും അധികം ശ്രമിച്ചു 3 വർഷത്തോളമായി 6.5%, അത് 2.5-3 വർഷത്തോളമായിട്ട് 6.5% റിപ്പോ റേറ്റ് നിൽക്കുകയായിരുന്നു, അത് മാറ്റാതെ. കാരണം ഈ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ
11% വരെയൊക്കെ എത്തി റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ. പിന്നെ അത് അവിടുന്ന് പതുക്കെ താണ് ഈ അടുത്ത കാലം വരെ 5-6% ചുറ്റുവട്ടത്തിൽ കിടന്ന് കളിക്കുകയായിരുന്നു. അപ്പൊ അതിനെ 4% കൊണ്ടുവരിക, 5 താഴെ കൊണ്ടുവരിക, അതായിരുന്നു ഉദ്ദേശം. ആ ഉദ്ദേശം ഏകദേശമൊക്കെ ഇപ്പോ സാധ്യമായിരിക്കുകയാണ്. അതായത് ഇപ്പോ ഇന്ത്യയിലെ റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ 4.3% ആയിട്ട് താണിരിക്കുന്നു. അതേ സമയത്ത് ഇത്ര നാളും ഇത് ഉയർന്നിരിക്കുകയും ഇപ്പൊ കുറയുകയും ചെയ്തതിന്റെ കാരണം ചില ഉൽപ്പന്നങ്ങളുടെ ലഭ്യത വർദ്ധിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ കാർഷികമായ ചുവടുവയ്പ്പുകൾ കുറച്ചും കൂടി ശക്തമായി, അതായത് കാർഷിക മേഖലയുടെ വളർച്ച ഈ കഴിഞ്ഞ വർഷവും നന്നായിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണ്? മുട്ട, പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ, ഇത്തരം ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വിപണനം ചെയ്യപ്പെടുന്ന വലിയ ഒരു പോപ്പുലേഷനുള്ള രാജ്യമാണ്. ലോകത്തെ 1ാമത്തെ പോപ്പുലേഷനുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ലഭ്യത കൂടിയപ്പോൾ, അതായത് കാർഷിക മേഖലയിലെ ഉണർവ് മൂലം ലഭ്യത കൂടുന്നു. അങ്ങനെ ലഭ്യത കൂടിയപ്പോൾ താനെ ഈ വിലകൾ കുറഞ്ഞു വരുന്നു. പക്ഷെ കേരളത്തിന്റെ സ്ഥിതി അതല്ല കേട്ടോ. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ഈ ഉൽപ്പന്നങ്ങളുടെ ഭക്ഷ്യ വിലകൾ അടങ്ങുന്ന റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ 4.3% നിൽക്കുമ്പോഴും കേരളത്തിൽ അത് 6.7% എന്ന് അതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ അതായത് മിക്കവാറും കേരളത്തിന് ആവശ്യമുള്ള ഭക്ഷ്യോൽപാദനം മുഴുവൻ ഒരു വലിയ പങ്ക് വരെ വെജിറ്റബിൾസ് ആണെങ്കിലും മുട്ടയാണെങ്കിലും അതുപോലെ അരി, എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെ ഇരിക്കുന്ന വിലയല്ല നമ്മൾ കൊടുക്കേണ്ടി വരിക, അതിനേക്കാളൊക്കെ വളരെ കൂടിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അതിന് ഉദാഹരണത്തിന് ഞാൻ കേരളത്തിൽ മാത്രം എന്താണ് വില ഇത്ര കൂടിയിരിക്കുന്നത്? പിന്നെ ഓൾ ഇന്ത്യ തലത്തിൽ 4.3% റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ നിൽക്കുമ്പോഴും കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര ഉയർന്നു നിൽക്കുന്നു എന്നതിന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പം യാത്ര ചെയ്തിരുന്ന ഒരു ജെന്റിൽമാൻ, അദ്ദേഹം CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്ന് ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അദ്ദേഹം സൂറത്കൽ NIT-യിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തു, അതായത് MTech എടുത്തു. അപ്പൊ അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹം തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്തെ ഒരു അനുഭവം പറയുമായിരുന്നു. ധാരാളം തക്കാളി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖല തമിഴ്നാട്ടില്. ആ മേഖലയിൽ തക്കാളി ഉൽപാദനം വിളവെടുക്കുന്ന സമയത്ത് ഒരു കാർട്ടൺ എന്ന് വെച്ചാൽ 5-6 കിലോ വരുന്ന ഒരു കാർട്ടൺ തക്കാളിക്ക് 25 പൈസയാണ് വില. അപ്പൊ അദ്ദേഹം ഈ വിപണിക്ക് കുറച്ചും കൂടി മാറിയാണ് അദ്ദേഹത്തിന്റെ വാസസ്ഥലം. ആ വാസസ്ഥലത്തിനടുത്തുള്ള മാർക്കറ്റ് വിപണി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഈ വിളവെടുപ്പ് സ്ഥലവും ഇദ്ദേഹത്തിന്റെ താമസ സ്ഥലവും തമ്മിൽ. അവിടെ വിപണിയിൽ നിന്ന് 1 കിലോ തക്കാളി മേടിക്കുമ്പോൾ 1 രൂപ കൊടുക്കേണ്ടി വരുന്നു. ഓർക്കുക, 6 കിലോ തക്കാളി 25 പൈസയ്ക്ക് ഉൽപാദന മേഖലയിൽ വിറ്റുപോകുന്നു. ആ തക്കാളിയാണ് 1 കിലോയ്ക്ക് 1 രൂപ വിലയ്ക്ക് 3 കിലോമീറ്റർ മാറിയാൽ കിട്ടുന്നത്. അത് കേരളത്തിൽ എത്തുമ്പോഴേക്കും എത്ര രൂപയാകും? ഒരു 20, 25, 30 രൂപയിൽ കുറഞ്ഞ 1 കിലോ തക്കാളി മലയാളി വാങ്ങിയ കാലം തന്നെ മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിലക്കയറ്റം ഉണ്ടാകുന്നത്? ജസ്റ്റ് ഒന്ന്, എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം 6.7 ഇപ്പോഴും നിൽക്കുന്നു, അതേ സമയത്ത് ഓൾ ഇന്ത്യ തലത്തിൽ 4.3 ആയിട്ട് ഈ ഉപഭോക്തൃ വില കുറഞ്ഞു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയായിരുന്നു. അപ്പൊ എന്ത് പ്രയോജനമാണ് MSP കൊണ്ടുവന്നാൽ എന്നും കൂടി അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്ന MSP എന്ന് പറയുന്നത് ഓരോ കർഷകനും അവന്റെ മൊത്തം ഉൽപാദനത്തിന് ആ വില കൊടുത്ത് ഗവൺമെന്റ് വാങ്ങണം എന്നുള്ളതാണ്. ഇടനിലക്കാർ അവിടെ ഇല്ല. അതാണ് MSPയുടെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ അതിന് ഉദാഹരണമായിട്ട് കേരളത്തിലെ തേങ്ങ, നെല്ല്, ഇത് രണ്ടും നേരിട്ട് കർഷകർക്ക് പണം ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം ഗവൺമെന്റ് ധനപ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഈ MSP ഇങ്ങനെ സ്വാമിനാഥൻ കമ്മീഷൻ കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ ആഗ്രഹവും അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനും എന്താണ്, അതുപോലെ കൃത്യമായിട്ട് നടക്കുന്നില്ല, 24 ഉൽപ്പന്നങ്ങളെ ഇവിടെ MSPയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എഞ്ചിനീയറും അതൊക്കെ എന്നേ മാറേണ്ടതാണ് എന്ന അഭിപ്രായം. അപ്പൊ നമുക്ക് വീണ്ടും റീപ്പോ റേറ്റിലേക്ക് പോകാം. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ റീപ്പോ റേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്
ഉപഭോക്തൃ വില ഉയർന്നു നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം കാണിക്കാനാണ് ഞാൻ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ഉപഭോക്തൃ വിലകൾ കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നു. പക്ഷെ ഓൾ ഇന്ത്യ തലത്തിൽ അത് താഴേക്ക് വന്ന് 4.3 ആയിരിക്കുന്നു. ഇനി ഒരു പക്ഷേ അവിടെ നിന്നും താഴേക്ക് പോയേക്കാം, അല്ലെങ്കിൽ 4-4നും 5നും ഇടയ്ക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. അത്രയേ സാധ്യതയുള്ളൂ എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിപണി സർവേയുടെ അനുസരിച്ചുള്ള പഠനം. അപ്പൊ അങ്ങനെയാണ് ഈ റീപ്പോ റേറ്റ് 2-3 വർഷമായിട്ട് താഴ്ത്താതിരുന്ന റീപ്പോ റേറ്റ് 0.25% താഴ്ത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞ ഒരു ബെഞ്ച് മാർക്കാണെന്ന്. അങ്ങനെ ഇപ്പൊ റീപ്പോ റേറ്റ് താഴ്ത്തിയാല് എന്താ സംഭവിക്കുക? 3 മാസത്തിനകം ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് പിന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ ഉണ്ടാകണമെന്നില്ല. ഒരു 3 മാസത്തിനകം ബാങ്കിങ് വിദഗ്ധർ പറയുന്നത് ഒരു 3 മാസത്തിനകം അതിന്റെ ഇമ്പാക്ട് വായ്പ കൊടുക്കുന്നതിൽ ഉണ്ടാകും. അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന വായ്പകൾ തന്നെ 3 മാസമാകുമ്പോഴേക്ക് ഈ പുതിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, അതായത് ഞാനൊരു വീട് വെച്ചത് വായ്പ എടുത്താണെങ്കിൽ എൻ്റെ ആ ഹൗസ് ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈ പറഞ്ഞതിന് അനുസൃതമായിട്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കുറയും. പക്ഷെ ഒരു 3 മാസം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാത്തരം വായ്പകളുടെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് വായ്പ എടുക്കാൻ പോകുന്നവർക്ക് കുറഞ്ഞ റേറ്റിൽ വായ്പ കിട്ടും. അങ്ങനെ വരുമ്പോഴേക്കും വായ്പ വർദ്ധിക്കും. അപ്പൊ എന്താണ് ഈ സഞ്ജയ് മൽഹോത്ര, ഇപ്പോഴത്തെ ഈ പുതിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറും പിന്നെ മറ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ മറ്റ് മെമ്പേഴ്സും കൂടി ഇങ്ങനെ ഒരു തീരുമാനം, അതായത് റേറ്റ്, അതായത് ഫെഡറൽ റിസർവ് അതിന്റെ റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ലോകരാജ്യങ്ങളിലെല്ലാം അവരുടെ റിസർവ് ബാങ്ക്, അവരുടെ സെൻട്രൽ ബാങ്കും റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഫെഡറൽ റിസർവ് റേറ്റ് കുറച്ചപ്പോഴും ഇന്ത്യ അനങ്ങാതിരുന്നു. കാരണം അപ്പോഴും ഈ പറയപ്പെട്ട നമ്മുടെ ഉപഭോക്തൃ വില നിലവാരം 6% മുകളിലായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോ നമ്മൾ കുറച്ചു. കാരണം നമ്മുടെ രാജ്യത്ത് ഉപഭോക്തൃ വില 4.3% താണു. ഒരു പക്ഷെ ഇനിയും കുറച്ചുകൂടി താഴ്ന്നേക്കാൻ ഇടയുണ്ട്. അപകടകരമായ ഒരവസ്ഥയിലല്ല വില നിൽക്കുന്നത് എന്ന ഒരവസ്ഥ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ റേറ്റ്. ഇനി നേരെ മറിച്ച് ഈ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നേരെ മറിച്ച് വിലകൾ, അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? നേരെ മറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ, വായ്പ പിന്നെ പലിശകൾ കുറയാൻ തുടങ്ങുമ്പോൾ കൂടുതൽ വായ്പയെടുക്കും. കാർഷിക വായ്പകൾ കൂടും. അതുപോലെ തന്നെ വ്യാവസായിക വായ്പകൾ, നമ്മുടെ MSME സെക്ടറൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊക്കെ ഉയർന്ന പലിശ കൊടുത്ത് വേണം വായ്പ എടുക്കാൻ. എന്നിട്ട് തന്നെ അവർക്ക് ഇവിടെ വിപണി ലഭ്യമല്ല. കാരണം ഇവിടുത്തെ വിപണി, ഇന്റേണൽ വിപണി മുഴുവനും ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണ്. അപ്പൊ നമ്മുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് വിപണി പോലും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ. അങ്ങനെയുള്ളപ്പോൾ ഉയർന്ന പലിശയ്ക്ക് വായ്പ എടുത്ത് അവർക്ക് ഉൽപാദനം ഒന്നും നടത്താൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന MSME സെക്ടർ, കാർഷിക മേഖല, ഇവിടെയൊക്കെ തന്നെ ഒരു ഉണർവുണ്ടാകും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് റീപ്പോ റേറ്റ് താഴ്ത്തി അതിനനുസൃതമായി അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ലോൺ വായ്പാ നിരക്കുകൾ കുറയും. അങ്ങനെ വായ്പാ നിരക്കുകൾ കുറയുമ്പോൾ അതൊരു ഉത്തേജനമായി തീരും. എല്ലാ മേഖലകളിലും കൂടുതൽ കൂടുതൽ വായ്പകൾ എടുക്കപ്പെടും. അങ്ങനെ വരുമ്പോഴേക്ക് ഇക്കണോമിക്സ് പിന്നെ ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, അതായത് ഈ പ്രാവശ്യത്തെ സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 7%-നും 6%-നും ഇടയിലായിരിക്കും ഈ വർഷത്തെ നമ്മുടെ വാർഷിക വളർച്ച, GDPയുടെ വളർച്ച എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ അത് 7%-ന് മുകളിൽ എന്നാണ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ ഈ വർഷം അത് 7-നും 6-നും ഇടയ്ക്കായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുന്നത് ഇപ്പൊ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളുടെ അനുസരിച്ചാണ്. ഒരുപക്ഷെ ആഗോള സാഹചര്യങ്ങൾ മാറിയാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ട്രംപാണ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത്. ട്രംപിന് സ്വന്തം ഒരുപാട് പിന്നെന്താണ് മലക്കം മറിച്ചിലുകൾ ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ഒരു സ്ഥായിയായ നയം ഫോളോ ചെയ്യുന്ന ഒരാളല്ല. തൽക്കാല ആവശ്യങ്ങൾക്കും ലാഭത്തിനും വേണ്ടി നയങ്ങളിലൊക്കെ മാറ്റിമറിച്ചിലുകൾ വരുത്താൻ ഒരു മടിയുമില്ലാത്ത ഒരു രാഷ്ട്ര തന്ത്രജ്ഞനെന്നോ കുതന്ത്രജ്ഞനെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അത് കാരണം ട്രംപ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളത് കൊണ്ട് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം പക്ഷെ വില കുറയാനുള്ള സാധ്യതയിലേക്കാണ് സാഹചര്യങ്ങൾ ചൂണ്ടുന്നത്. എന്തുകൊണ്ടെന്നാൽ
അദ്ദേഹം ഇങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക പിന്നെ താരിഫുകളൊക്കെ എല്ലാം വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ രാജ്യങ്ങളും താരിഫുകൾ വർദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോൾ അപ്പോൾ നമുക്ക് കൂടുതൽ ഭയക്കണം. പക്ഷേ ട്രംപ് അമേരിക്കൻ ഇക്കോണമിയെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ആഗോളതലത്തിൽ കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അമേരിക്ക സെൽഫ് സഫീഷ്യന്റ് ആവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായി. അപ്പൊ മറ്റ് വേൾഡ് മാർക്കറ്റിൽ നിന്ന് അമേരിക്ക വാങ്ങാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേനും ഒരു പ്രധാനപ്പെട്ട ബയർ, വിപണിയിലെ ഒരു പ്രധാനപ്പെട്ട ഉപഭോക്തൃ രാജ്യം മാറിപ്പോകുമ്പോഴേക്കും വിപണിയിൽ പൊതുവെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട വില നിർണയ ഉൽപ്പന്നമാണ്. കാരണം ലോകത്ത് എവിടെയാണെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എല്ലാത്തരം വിലകളെയും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ അമേരിക്ക പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ സെൽഫ് റിലയൻസിലേക്ക് മാറുന്ന പക്ഷം ആഗോളതലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയും. അങ്ങനെ വില കുറഞ്ഞാൽ നമുക്കറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞാൽ നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും. എന്താണ് കാരണം? എല്ലാ ഉൽപ്പന്നങ്ങളും പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം പെട്രോളിയത്തിന്റെ ലഭ്യത കൂടിയാൽ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെ ഒരു പക്ഷെ നമുക്ക് കുറച്ചും കൂടി വില കുറച്ച് കിട്ടും. അത് വില കുറച്ച് കിട്ടുന്നതോടൊപ്പം തന്നെ അതുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന അതിനകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാധ്യമം അതായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഭക്ഷ്യ ഉൽപാദനവും മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും കുറച്ചും കൂടി വില കുറഞ്ഞ തരത്തിൽ ലഭ്യമാകാനിടയുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന റീപ്പോ റേറ്റിലാണ്. അപ്പൊ റീപ്പോ റേറ്റ് എന്ന ബെഞ്ച് മാർക്ക് എല്ലാ മേഖലകളെയും സ്വാധീനിക്കും. കാരണം ഈ കഴിഞ്ഞ 2 വർഷത്തിലേറെ കാര്യമായി വായ്പകൾ എടുക്കാൻ മടിച്ചു നിന്നവർ, അതായത് ഉയർന്ന പലിശ നിരക്കുകൾ കാരണം മടിച്ചു നിന്നവർ ഇപ്പോൾ ആ മടിയൊക്കെ വിട്ട് റീപ്പോ റേറ്റ് കുറഞ്ഞു എന്ന് മാത്രവുമല്ല, ഇപ്പോൾ പോകുന്ന രീതിയിൽ നമ്മുടെ കാർഷിക ഉൽപാദനവും മറ്റെല്ലാം പോകുന്നു എങ്കിൽ, അതായത് റീപ്പോ റേറ്റ് ഇനി അടുത്ത ഏപ്രിലിൽ ചേരുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരിക്കൽ കൂടി അത് റിവൈസ് ചെയ്യുകയും കുറയ്ക്കുകയും ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. പിന്നീട് അതിനുശേഷം വീണ്ടും ഒരു പക്ഷേ കുറവ് വന്നേക്കാം. കാരണം ഇത് 4.5% നിന്നാണ് പതുക്കെ 6.5% എത്തിയത്. അപ്പൊ ആ പതുക്കെ ആ 4.5% എത്തിക്കുക, അങ്ങനെ ഇക്കോണമിക്ക് ഉത്തേജനം നൽകുക, അതായത് വിവിധ മേഖലകളിൽ ലോൺ കുറഞ്ഞ പലിശയ്ക്ക് ലഭ്യമാണ് എന്ന് വരുന്നത് വലിയ ഉത്തേജനമാണ് ഇക്കോണമിയെ സംബന്ധിച്ച്. അത് കാർഷിക മേഖലയോ വ്യാവസായിക മേഖലയോ സേവന മേഖലയോ ഏതുമാകട്ടെ, അങ്ങനെ നമ്മുടെ GDPയുടെ വളർച്ച ത്വരിതപ്പെടും. അങ്ങനെ വളർന്നു കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമുണ്ടല്ലോ. 2047 ആകുമ്പോഴത്തേനും വികസിത ഭാരതം എന്നൊക്കെ പറയുന്ന ആ ലക്ഷ്യങ്ങളിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു കുതിപ്പ് അനിവാര്യമാണ്. അപ്പോൾ വിലകൾ കുറഞ്ഞു വരുന്ന പക്ഷം വീണ്ടും റീപ്പോ റേറ്റ് ഈ വർഷം തന്നെ പലവട്ടം കുറച്ചു എന്ന് വരാം. ആ കുറയ്ക്കലൊക്കെ എപ്പോഴും ഉത്തേജകമായി തന്നെ നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ റീപ്പോ റേറ്റിൽ വന്ന കുറവ് ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ച, അതായത് ഈ 25-26 പിന്നെ 6%-നും 7%-നും ഇടയിലായിരിക്കും ഇന്ത്യൻ ഇക്കോണമിയുടെ GDP വളർച്ച എന്നാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സൂചനകൾ അനുസരിച്ച് കാഴ്ചപ്പാട് വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പൊ ആ ലെവലിൽ ഒരു പക്ഷെ ഉയർന്നു പോയേക്കാം. കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ രൂപപ്പെട്ടാൽ രണ്ടായാലും റീപ്പോ റേറ്റ് തൽക്കാലം ഇനി വീണ്ടും, അതായത് ഈ വരുന്ന ഏപ്രിലിൽ കൂടുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിലും ഇങ്ങനെ പോയാൽ ഒരു പക്ഷെ വീണ്ടും കുറച്ചേക്കാം. അപ്പം അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ 2025-26 GDP എങ്ങനെ ഗ്രോ ചെയ്യുമെന്ന്. അതിനനുകൂലമായ കാലാവസ്ഥ തന്നെയായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത്. അത് തന്നെയുമല്ല, ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റിൽ പറഞ്ഞിരുന്നത് പോലെ ചെലവഴിച്ചില്ല. കാരണം ഇലക്ഷനും മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ട് ഒരു പക്ഷേ ഗവൺമെന്റിന്റെയും വിവിധ മിനിസ്ട്രികളുടെയും കോൺസെൻട്രേഷൻ ഇലക്ഷനിലേക്ക് പോയി. വീണ്ടും അധികാരത്തിൽ വരിക എന്ന രീതിയിൽ ഇലക്ഷനിലേക്ക് പോയി. അതുകൊണ്ടാകാം
വേണ്ടത്ര രീതിയിൽ, അതായത് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് പോലെയുള്ള ക്യാപിറ്റൽ മൂലധന ചെലവ് വരാതിരുന്നത്, അതുകൊണ്ട് തന്നെ തൊഴിൽ സൃഷ്ടിക്കൽ കുറഞ്ഞുപോയി. അതായത് നമുക്കറിയാം ഈ ഇലക്ഷന്റെ സമയമായപ്പോഴേക്കും പിന്നെ 82.08% ആയിരുന്നു നമ്മുടെ തൊഴിലില്ലായ്മ ഇന്ത്യയുടെ. അപ്പൊ തൊഴിലില്ലായ്മയൊക്കെ അത്ര വർദ്ധിക്കാൻ കാരണം ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടായ കുറവ്, അതൊക്കെ തൊഴിൽ സൃഷ്ടിക്കുന്ന മേഖലകളാണ്. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടുമാണ് GDP ഗ്രോത്ത് 7% വരെ എന്ന് പറഞ്ഞിരുന്നു, അത് 6.3% ഒതുങ്ങിപ്പോയി. തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ടില്ല പ്രതീക്ഷിച്ചതുപോലെ. അസമത്വം വളരുന്നു എന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട എല്ലാ തൊഴിലുണ്ടായാൽ തന്നെ അസമത്വ സൃഷ്ടി കുറയും. അപ്പൊ അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ പരിഹാരം കാണാൻ പറ്റും. വായ്പകൾ എടുക്കുകയും കാർഷിക വ്യാവസായിക സേവന മേഖലകളിലേക്ക് ആ വായ്പകൾ ഉപയോഗിക്കുകയും തൊഴിലുകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്താൽ അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യ ഈ വർഷം എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ പ്രത്യാശിക്കാം.